എല്ലാം ചേർത്തിട്ടുള്ള മിശ്രിതമാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഈ ഒരു ചെടി ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെടി വെച്ചതിന് ശേഷം കുറച്ച് മണ്ണും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ശാന്തി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഒരു പ്ലാന്റിനെ പറ്റിയിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ്. ഇതിപ്പോൾ എപ്പിസിയ പ്ലാന്റ് ആണ്. ഇതിൻ്റെ 2-3 വെറൈറ്റി നമ്മുടെ കയ്യിലുണ്ട്. അപ്പം അതിനെ കുറച്ചിട്ട് ഉള്ളൊരു ചെറിയൊരു വീഡിയോ ആണ്. ഇതാണ് വേറൊരു കളറ്. ഇത് ഇലകൾക്കൊക്കെ നല്ല വ്യത്യാസമുണ്ട്. നല്ലൊരു ബ്രൗൺ ഷെയ്ഡിലാണ് വരുന്നത്. ഇതിൻ്റെ പൂവെന്ന് പറയുന്നത് നല്ലൊരു പിങ്ക് ഷെയ്ഡിലുള്ള പൂവാണ്. ലൈറ്റ് പിങ്ക് കളറാണ്. ഇതൊരു ഗ്രീൻ ഷെയ്ഡിലുള്ള ലീഫാണ്. ഇതിൻ്റെ ഒരു പൂവ് എന്ന് പറയുന്നത് നല്ലൊരു റെഡ് കളറിലാണ് വരുന്നത്. നമ്മളൊരു തെങ്ങിൻ്റെ കുറ്റിയിൽ ചുറ്റും സപ്പോർട്ട് ചെയ്ത് വെച്ചിട്ട് വലിയൊരു കവറിലാക്കി കുഴിച്ചിട്ടിട്ടുള്ളതായിരുന്നു. കവറിന് ഹോൾസ് ഉണ്ടാക്കി അതിലൂടെ ചെടി ഇറക്കി വെച്ച് കൊടുത്തിട്ട് ഓരോ ചെറിയ കഷ്ണങ്ങളായ പീസായിട്ട് ഇറക്കി വെച്ചിട്ട് സെറ്റ് ചെയ്തായിരുന്നു. ഇപ്പം നിറച്ചു കവർ കാണാൻ പറ്റാത്ത രീതിയിൽ നിറച്ചു ചെടി നന്നായിട്ട് പടർന്നിട്ടുണ്ട്. അതിൽ ഇടയ്ക്കിടയ്ക്ക് പൂക്കളും വന്നിട്ടുണ്ട്. അപ്പോൾ നിറച്ച് പൂക്കളുണ്ടാകുമ്പോൾ കാണാൻ നല്ല രസമാണ്. അങ്ങനെ ഏത് തരത്തിലും സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെടിയാണ് ഈ എപ്പിസിയ പ്ലാന്റ് എന്ന് പറയുന്നത്. നമുക്ക് ഹാങ്ങിങ് ആയിട്ടും ഇത് വളർത്താവുന്നതാണ്. മുറ്റത്ത് വെർട്ടിക്കൽ ഗാർഡൻ ആയിട്ടൊക്കെ വളർത്തിയെടുക്കാവുന്നതാണ്. ഇത് നമ്മൾ പോട്ടിൽ വെച്ച് കൊടുത്തിട്ടുള്ളതാണ്. വേറൊരു ചെടീൻ്റെ കൂടെയാണ് വെച്ചിട്ട് കൊടുത്തുള്ളത്. ഇത് നമ്മൾ ഡ്രസ്സീന ചെടിയാണ്. ഒരു ലക്കി ബാമ്പു പ്ലാന്റിൽ വരുന്നൊരു പ്ലാന്റാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പോട്ടിൽ വെച്ച് കൊടുത്തിട്ടുള്ളതായിരുന്നു. അതിലും കുറച്ച് പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ മെയിൻ കെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ബ്രൈറ്റായിട്ട് സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിലായിരിക്കണം. എന്നാലേ ഉള്ളൂ ഈ ഇലകൾക്കൊക്കെ ഇതിൻ്റെ ഒരു നല്ല വെൽവെറ്റായിട്ടുള്ള നേച്ചറും അതുപോലെ തന്നെ ഒരുപാട് പൂക്കളും ഉണ്ടാവുള്ളൂ. 1.5 ഇടവിട്ടിട്ടെങ്കിലും വെള്ളം ഒഴിക്കണം. കാരണം ഇപ്പം നല്ല ചൂടുള്ള കാലാവസ്ഥയാണ്. ഇത് ഈ എപ്പിസിയ പ്ലാന്റ് തന്നെ വേറൊരു വെറൈറ്റിയാണ്. റെഡ് ഫ്ലവർ തന്നെയാണ് ഇതിലും ഉണ്ടാവുന്നത്. പക്ഷേ ഇതിൻ്റെ ലീഫൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു സിൽവറി ഷെയ്ഡ് വരുന്നുണ്ട്. അതുപോലെ തന്നെ സാധാരണ ആ ലീഫിന് കുറച്ച് വലിപ്പവും കൂടുതലുണ്ട്. അതാണ് ഈ ഒരു എപ്പിസിയ പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. നല്ല വെൽവെറ്റി ആയിട്ട് തന്നെ നമുക്ക് കാണുമ്പം തന്നെ നല്ല ഗ്ലൈസിങ്ങോട് കൂടിയിട്ടുള്ള ഇലയാണ്. ഇത് നമ്മളൊരു യെല്ലോ പോട്ടിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ ഹാങ്ങിങ് ആയിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ചെടി വെച്ച് കൊടുക്കാൻ പറ്റുന്നതാണ്. ഹാങ്ങിങ് ഒക്കെ ആയിട്ട് വളർത്തുന്ന നേരം ഓരോ ഭാഗത്തു നിന്നും പൂവൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെ നീണ്ടു വരുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കണം. എന്നാലും ഇതൊരു ബുഷിയായിട്ട് വളരുള്ളൂ. മറ്റേതുപോലെ ഇങ്ങനെ നീണ്ടു വരുമ്പം അത് കാണാൻ നല്ല ഭംഗി ഉണ്ടാവില്ല. പക്ഷേ ഈ ഒരു മോഡലിൽ സെറ്റ് ചെയ്യുമ്പോഴാണെങ്കിൽ ഇങ്ങനെ വെച്ച് കൊടുത്താലും നമുക്ക് പ്രശ്നമില്ല. നല്ല നീളത്തിൽ തന്നെ വളർന്നു വരുന്നതുകൊണ്ട്. പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇതിൻ്റെ പോട്ടി മിക്സ് പറയുകയാണെങ്കിൽ നമ്മൾ മെയിനായിട്ട് ഗാർഡനിങ് സോയിൽ അതുപോലെ തന്നെ കുറച്ച് മണലും ചാണകപ്പൊടിയും ചേർത്തിട്ടുള്ള മിശ്രിതമാണ് ഈ ചെടിക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിതൊരു പോട്ടിലേക്ക് കുറച്ച് ഇതിൻ്റെ കട്ടിങ്സ് എടുത്തിട്ട് എങ്ങനെയാണ് പ്രൂൺ ചെയ്യുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇതിൽ നിന്നൊരു പീസാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് നമുക്ക് പോട്ടിൽ സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. അപ്പോൾ അതിനായിട്ട് ഞാൻ നല്ലൊരു പീസ് നോക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് നല്ലൊരു പീസ് നോക്കിയിട്ട് എടുക്കുന്നുണ്ട്. വേരോട് കൂടിയുള്ളത് തന്നെയാണ് എടുക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് ചെടി പെട്ടെന്ന് പിടിച്ച് കിട്ടും. ഈ ചൂടുള്ള കാലത്ത് വേരോട് കൂടിയൊക്കെ ആവുന്ന നേരമുള്ളൂ ചെടി പിടിച്ച് കിട്ടുള്ളൂ. പിന്നെ മഴക്കാലമൊക്കെ ആകുമ്പോഴത്തേക്ക് പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ നന്നായിട്ട് ഹെൽത്തി ആയിട്ട് പിന്നെ പൂക്കളൊക്കെ ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ നമുക്കിതൊരു പോട്ടിലേക്ക് മാറ്റാം. ഈ ഒരു ചെറിയ പോട്ടിലാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. പോട്ടി മിക്സ് ആയിട്ട് ചാണകപ്പൊടി മണ്ണും മണലും ചേർത്തിട്ടുള്ള മിശ്രിതമാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഈ ഒരു ചെടി ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെടി വെച്ചതിന് ശേഷം കുറച്ച് മണ്ണും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എപ്പോഴും പോട്ടിന് ഹോൾ ഉണ്ടായിരിക്കണം. കാരണം ഓവറായിട്ട് വെള്ളമൊന്നും ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയൊന്നുമല്ല. അപ്പോൾ നന്നായിട്ട് ഡ്രെയിനേജ് ഹോൾ ഇല്ലെങ്കിൽ വെള്ളം കെട്ടിക്കിടന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ ചെടി പെട്ടെന്ന് ചീഞ്ഞു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയും നമുക്കിത് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് നമ്മൾ മറ്റൊരു രീതിയിൽ സെറ്റ് ചെയ്തിട്ടുള്ളതായിരുന്നു. ചെറിയൊരു ടയറാണ്, സൈക്കിളിൻ്റെ ഒക്കെ ഒരു ടയറാണ് കുട്ടികൾ കളിക്കുന്നത്. അപ്പോൾ അത് പഴയതായപ്പോൾ നമ്മൾ അങ്ങനെ എടുത്തിട്ട് ഹാങ്ങിങ് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് ഇപ്പോൾ നമ്മളെടുക്കുന്നത് പഴകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അതൊന്ന് റീഫ്രഷ് ചെയ്യുകയും വേണം. അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഈ ചെടി സെറ്റ് ചെയ്യാന്നുള്ളതിനുള്ളൊരു എക്സാമ്പിളാണിത്. ഇത് നമ്മൾ ഹാങ്ങിങ് ആയിട്ട് വെച്ച് കൊടുത്തതാണ്. ഇത് നമ്മൾ ഉപയോഗശൂന്യമായ ഹെൽമെറ്റിലാണ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ വെറൈറ്റി ആയിട്ട് നമുക്ക് ഹാങ്ങിങ് ആയിട്ടും വെർട്ടിക്കലായിട്ടും അതുപോലെ തന്നെ നിലത്ത് പടർത്തിയിട്ടും കുറ്റിയായിട്ടും ഒക്കെ വെച്ച് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ് ഈ എപ്പിസിയ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ മറ്റൊരു വെറൈറ്റി ആയിട്ടുള്ള എപ്പിസിയ പ്ലാന്റ് ആണ്. ഒരു പ്രത്യേക ഒരു വെറൈറ്റിയാണ്. നല്ലൊരു ഡാർക്ക് ബ്രൗണും അതുപോലെ തന്നെ ഒരു ഡാർക്ക് ഗ്രീനൊക്കെ ചേർന്നിട്ടുള്ള മിക്സ് ആയിട്ടുള്ളൊരു എപ്പിസിയ പ്ലാന്റ് ആണ്. ഇപ്പോൾ ഇതിൽ പൂവില്ല, പൂവിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് ഒരു പിങ്ക് കളർ, ലൈറ്റ് പിങ്ക് ഷെയ്ഡുള്ള പൂവാണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ എപ്പിസിയൻ്റെ കെയർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ചെറിയ വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു.
ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക. അപ്പോൾ പുതിയ ചെടിയുടെ വിശേഷങ്ങളുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.